ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും അർച്ചനയും താഴേക്ക് എത്തുമ്പോഴാണ് അവിടെ ദയാനന്ദ മാഷും കമലെടുത്തിയും വന്ന വാർത്ത അറിയുന്നത്. ഇരുവരുടെ അരികിലേക്ക് വളരെ സന്തോഷത്തോടെ അർച്ചന എത്തി. എന്നിട്ട് എന്താ എപ്പോഴാ വന്നതെന്നും എന്താ കാര്യമെന്നും അന്വേഷിച്ചതോടെ ദയാനന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിവിടെ പറയണോ വേണ്ടയോ എന്ന് ഞങ്ങൾ കുറെ ആലോചിച്ചു. എങ്കിലും പറയാതിരിക്കുന്നത് മോശമല്ലേ? മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോൾ അത് ഞങ്ങൾക്ക് തന്നെയല്ലേ മോശം. അതാണ് ഞങ്ങൾ ഇക്കാര്യം പറയാനായിട്ട് വന്നത് എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. എന്താ അമ്മേ, എന്താ കാര്യമെന്ന് ആകാംക്ഷയോടെ അർച്ചന ചോദിച്ചത്. ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ, ആതിരയുടെ വിവാഹ നിശ്ചയമാണ് മറ്റന്നാള്, അത് പറയാനായിരുന്നു എന്ന് പറഞ്ഞത് അർച്ചന ഞെട്ടി. ഉടനെ അർച്ചനയും സച്ചിയും ഇത് അറിഞ്ഞില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇക്കാര്യം മോളെ വിളിച്ച് അറിയിച്ചിരുന്നില്ലല്ലോ. സത്യത്തിൽ ഇക്കാര്യം ഇന്നലെയാണ് തീരുമാനിച്ചത്. പെട്ടെന്ന് വിവാഹം നടത്താമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അജയന്റെ വീട്ടുകാർക്ക് നിശ്ചയം നടത്തണമെന്ന് വളരെ നിർബന്ധം. അതുകൊണ്ട് വിവാഹ നിശ്ചയം നടത്തി ഉടനെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് വിവാഹ നിശ്ചയം. നിങ്ങൾ തീർച്ചയായിട്ടും അവിടേക്ക് എത്തില്ലേ? എല്ലാവരെയും ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞത് അർച്ചന ആകെ സങ്കടത്തോടെ സച്ചിയെ നോക്കി. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, എന്തായാലും വിവാഹ നിശ്ചയത്തിന് എനിക്ക് വരാൻ കഴിയില്ല. കാരണം അറിയാവല്ലോ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ അവിടേക്ക് വരുന്നത്? എന്തായാലും വിവാഹത്തിന് തീർച്ചയായിട്ടും ഞാൻ എത്തിയിരിക്കും എന്ന് സേതുമാധവൻ പറഞ്ഞു. അപ്പോഴേക്കും അമന്തികയും പറഞ്ഞു, ഞാനും വരത്തില്ലോ കമലെടുത്തി. കാരണം അറിയാവല്ലോ, പലരും പല ചോദ്യങ്ങളുമായി നമ്മുടെ അരികിലേക്ക് എത്തും. അവർക്കൊക്കെ മുഖം കൊടുക്കാവോ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും തൽക്കാലം ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് വരാൻ കഴിയില്ല. വിവാഹത്തിന് ഞങ്ങളും എത്തിക്കൊള്ളാം എന്ന് അവന്തിക അറിയിച്ചു. ഉടനെ തന്നെ സച്ചിയും അർച്ചനയും നോക്കി സേതുമാധവൻ പറഞ്ഞു, എന്തായാലും അർച്ചനയ്ക്കും സച്ചിക്കും വരാതിരിക്കാനാവില്ലല്ലോ, അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വരും എന്ന് സേതുമാധവൻ പറഞ്ഞതും സച്ചിയും അർച്ചനയും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി. പിന്നീട് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ദയാനന്ദ മാഷ് പറഞ്ഞു, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അർച്ചനയുടെയും സച്ചിയുടെയും അരികിലേക്ക് എത്തി കമലെടുത്തി പറഞ്ഞു, ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ എത്തുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഞങ്ങൾ ആലോചിക്കട്ടെ അമ്മേ, ഒന്നും തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞ് അർച്ചന തൽക്കാലം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് ദയാനന്ദ മാഷും കമലെടുത്തിയും കൂടെ അവർ വന്ന ഓട്ടോയ്ക്ക് അരികിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അർച്ചനയും സച്ചിയും പിന്നാലെ ചെല്ലുന്നു. അർച്ചന അരികിലേക്ക് ചെന്നതും കമലെടുത്തി ഓട്ടോയിൽ കയറാൻ ഒരുങ്ങിയ കമലെടുത്തി തിരികെ വന്ന് അർച്ചനയോട് പറഞ്ഞു, മോളെ, ഇത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഇന്നലെയായിരുന്നു അജയന്റെ വീട്ടുകാർ വിവാഹം ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ആതിര വിവാഹത്തിന് സമ്മതമാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആദ്യം വിശ്വസിക്കാനായില്ല. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാണ് ആതിരമോളുടെ ആവശ്യം. അതാണ് വിവാഹ നിശ്ചയം ഉടനെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് കമലെടുത്തി അർച്ചനയോട് അറിയിച്ചു. അർച്ചന അത് കേട്ടതും സങ്കടത്തോടെ ചോദിച്ചു, അമ്മേ, എന്നാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് അർച്ചന സങ്കടത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, മോളെ, ഞങ്ങൾ അവളെ നിർബന്ധിച്ചൊന്നും ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതല്ല. പിന്നെ അവൾക്ക് വിവാഹം നടത്താൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സമ്മതം മൂളിയപ്പോൾ ഇനിയും അങ്ങനെ അവളുടെ സമ്മതം കിട്ടിയതോടെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് കരുതി ഇനിയും അവൾ ഓരോന്നും ആലോചിച്ചു കൂട്ടി ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് മുൻപ് വിവാഹം നടത്താമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് അർച്ചനയോട് കമലെടുത്തി അറിയിച്ചു. അത് കേട്ടതോടെ കമലെടുത്തിയുടെ വാക്കുകൾ കേട്ട് അർച്ചന ആകെ വിഷമത്തോടെ പറഞ്ഞു, എന്തായാലും ഇന്നെങ്കിലും ഇങ്ങനെയെങ്കിലും എനിക്ക് അറിയാൻ കഴിഞ്ഞല്ലോ എന്ന് സങ്കടപ്പെടുമ്പോൾ, മോളെ, മനഃപൂർവ്വം നിന്നോട് പറയാതിരുന്നതല്ല എന്ന് കമലെടുത്തി അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അർച്ചന അതെല്ലാം കേട്ട് സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയുടെ അരികിലേക്ക് എത്തി കമലെടുത്തി പറഞ്ഞു, എന്തായാലും വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഉടനെ നടത്തണം. അജയന്റെ വീട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയാൽ മാത്രം മതി. എന്തായാലും ഇങ്ങനെയൊരു നല്ല ബന്ധം അവൾക്ക് വന്നതുകൊണ്ട് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ആതിരമോളോട് അത്രത്തോളം സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ആ പയ്യൻ ഉടനെ വിവാഹം നടത്താനും നമ്മുടെ പരാധീനതകളെല്ലാം അറിഞ്ഞുകൊണ്ട് യാതൊന്നും വാശി പിടിച്ച് സ്ത്രീധനത്തിന് വേണ്ടി അവർ മൽപ്പിടുത്തമൊന്നും പിടിക്കാത്തത് എന്ന് വിഷമത്തോടെ കമലെടുത്തി അർച്ചനയെ അറിയിച്ചു. എല്ലാം കേട്ടതോടെ അർച്ചന പറഞ്ഞു, ശരി, എന്തായാലും എല്ലാത്തിനും തീരുമാനമൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഒന്നിനും ഞാൻ എതിർ നിൽക്കുന്നില്ല.
വിവാഹ നിശ്ചയത്തിന് ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് അർച്ചന വാക്ക് നൽകുന്നു. അതിനുശേഷം അവർ നിന്ന് പോയി കഴിയുമ്പോൾ സച്ചി അർച്ചനയോട് ചോദിച്ചു, എന്നാലും അർച്ചന, ആതിരയ്ക്ക് എങ്ങനെ സാധിച്ചു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, അത് ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. അത് കേട്ടതും സച്ചി ചോദിച്ചു, താൻ എന്ത് മണ്ടത്തരായി കാണിച്ചത്? വിവാഹത്തിന് സമ്മതം മൂളിയത് താൻ പറഞ്ഞിട്ടാണെന്നോ? എന്താ താൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നാളെ ഒറ്റൊരു ദിവസം മാത്രമേ നമ്മുടെ പക്കലുള്ളൂ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും പരിഹാരം കാണുവാൻ. ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ തീരൂ. അതിന് നാളെ ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നാളെ സന്ദീപിനെ ആതിരയ്ക്കരികിലേക്ക് എത്തിക്കുവാന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാണ്. സന്ദീപിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആതിര എൻ്റെ മേലുള്ള വിശ്വാസത്തിന് പുറത്താണ് വിവാഹത്തിന് സമ്മതം മൂളിയിരിക്കുന്നത്. അജയന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം ഞാൻ മുടക്കി കൊടുക്കുമെന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് സച്ചിയേട്ടാ. ആ വാക്ക് എനിക്ക് പാലിക്കണം എന്ന് അർച്ചന സച്ചിയോട് പറയും. സച്ചി അത് കേട്ടതും നമ്മൾ അതിന് നീ എന്താ ചെയ്യുക എന്ന് ആശങ്കയോടെ സച്ചി അർച്ചനയോട് അന്വേഷിച്ചു. അപ്പോഴാണ് വൃന്ദാവനത്തില് അനൂപിന്റെ ബൈക്ക് വാങ്ങിക്കാനെത്തിയ ആള് ബൈക്ക് നോക്കി തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അനൂപ് ആവശ്യപ്പെട്ട വില നൽകി അനൂപിന്റെ കയ്യിൽ നിന്ന് ബൈക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അനൂപ് ആകെ വിഷമത്തോടെ ബൈക്കുമായി അയാൾ പോകുന്നത് നോക്കി നിന്നു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ മീര ചോദിച്ചു, അനൂപേട്ട ബൈക്ക് കൊടുത്തു അല്ലേ? ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യമായിരുന്നു അത്. അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന മീരയുടെ വാക്ക് കേട്ട് അനൂപ് പറഞ്ഞു, അതല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? വിവാഹ നിശ്ചയത്തിന് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കണ്ടില്ല. ഇനിയും പണം വേണമല്ലോ. അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാലും അത് നമ്മൾ കൊടുക്കണം. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പോംവഴി ബൈക്ക് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും അത് കൊടുത്തപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. കാരണം ഇത്രയും നാളും സ്വന്തമായിരുന്നു എന്ന് പറയുന്ന ഒന്നിനെ നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം അത് എന്തായാലും മനസ്സിന് തോന്നുമല്ലോ. ഇനിയിപ്പോ ഈ പണം അത് ആതിരയുടെ വിവാഹ നിശ്ചയത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞതും മീര ചോദിച്ചു, ഇതുകൊണ്ട് മാത്രം തികയോ അനൂപേട്ട? അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, ഇത് മാത്രമല്ല, അച്ഛൻ്റെ കയ്യിലും കുറച്ച് പണം ഉണ്ടെന്നാ പറഞ്ഞത്. കുട്ടേട്ടാ, പാല് മേടിക്കണേ. അനൂപേട്ടൻ അങ്ങനെ പറഞ്ഞത് കേട്ട് മീര ഉടനെ അനൂപിനോട് പറഞ്ഞു, എന്തായാലും വിവാഹത്തിന് ആതിര സമ്മതം മൂളിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ അനൂപ് വണ്ടിയെക്കുറിച്ചും പണം കണ്ടെത്താനായി ശ്രമിക്കുന്ന ആ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അകത്ത് ഇരുന്നുകൊണ്ട് അതെല്ലാം ആതിര കേൾക്കാനിടയായി. ഉടനെ അനൂപ് മീരയോട് പറഞ്ഞു, മീരെ, തൽക്കാലം നമ്മൾ വണ്ടി കൊടുത്ത വിവരമൊന്നും ആവണി മോളെ അറിയിക്കണ്ട. അവളതൊന്നും അറിയണ്ട. അവൾക്കാകെ വിഷമാകും. അവൾക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നല്ലോ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞത്. ഉടനെ ആവണി അവിടേക്ക് എത്തി. അച്ഛാ എന്ന് വിളിച്ചു. എന്താ മോളെ എന്ന് അനൂപ് അന്വേഷിച്ചതും ആവണി അരികിലേക്ക് എത്തി ചോദിച്ചു, അച്ഛാ, നമ്മുടെ ബൈക്ക് കൊടുത്തോ എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, ഏയ്, ബൈക്ക് കൊടുക്കാനോ? ഇല്ല മോളെ, അത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ചുമ്മാ ഒന്ന് ഓടിക്കാനായി പോയതാണ് എന്ന് പറഞ്ഞത്. ആവണി പറഞ്ഞു, അച്ഛൻ എന്നോട് കള്ളം പറയണ്ട. ഞാൻ കേട്ടോ അച്ഛൻ അമ്മയോട് പറയുന്നത് നമ്മുടെ ബൈക്ക് കൊടുത്തതാണെന്ന്. എന്തിനാ അച്ഛാ നമ്മുടെ ബൈക്ക് കൊടുത്തത് എന്ന് ചോദിച്ചതും ഉടനെ അനൂപ് പറഞ്ഞു, സാരമില്ല മോളെ, നമുക്ക് ഇനി പൈസ ഉണ്ടാകുമ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്കൊരു കാർ തന്നെ വാങ്ങിക്കാവന്നേ, നല്ല സൂപ്പർ വണ്ടി. പിന്നെ ഇപ്പോൾ ഇത് കൊടുത്തതേ നമുക്ക് ആതിര ആൻറ്റിയുടെ വിവാഹം നടത്തണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ ആവണി ചോദിച്ചു, സന്ദീപ് അങ്കിളായിരുന്നെങ്കിൽ നന്നായിരുന്നു. സന്ദീപ് അങ്കിളും ആതിര ആൻറ്റിയായിരുന്നു നല്ലത്. സന്ദീപ് അങ്കിളുമായിട്ടുള്ള വിവാഹം നടത്തിയാൽ മതിയായിരുന്നു എന്ന് ആവണി അനൂപിനോട് അഭിപ്രായം പറയുമ്പോൾ അത് കേട്ട് ആതിര വിഷമിച്ചു. അപ്പോഴേക്കും അനൂപ് മറുപടി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് മീര വേഗം ആവണിയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോന്നു. മോള് വന്നേ, അമ്മ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് മീര മോളെയും കൊണ്ട് പോകുമ്പോൾ ആതിര സന്ദീപിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു. അതിനുശേഷം വൃന്ദാവനത്തിൽ എല്ലാവരും ചേർന്ന് നിന്ന് നടക്കാൻ പോകുന്ന വിവാഹ നിശ്ചയത്തെക്കുറിച്ച്, നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും ദയാനന്ദൻ മാഷ് പറഞ്ഞു, എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് കൂടി നടക്കുക. പിന്നെ അജയന്റെ വീട്ടുകാർക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. പിന്നെ അവന്തിക സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്കിലും ആ സഹായം നമ്മൾ തൽക്കാലം കൈപ്പറ്റാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് അനൂപ് അറിയിച്ചു. ഉടനെ മീര പറഞ്ഞു, എല്ലാം ഇത്രയൊക്കെ അടുപ്പിച്ചു കഴിയുമ്പോൾ ഇവിടെ അർച്ചന വന്ന് ആതിരയുടെ വിവാഹം മുടക്കാനായി ശ്രമിക്കും. അവൾ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ ആതിര ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞതും ആതിരയ്ക്ക് സന്ദീപുമായിട്ടുള്ള വിവാഹം മാത്രം മതിയെന്നും സന്ദീപിനെ മാത്രമേ വിവാഹം കഴിക്കുമെന്നൊക്കെ അവൾ ഒറ്റക്കാലത്ത് തപസ് ചെയ്യാനായി നിന്നതുമൊക്കെ. എന്തായാലും നാളെ ഇനി അർച്ചനയെത്തി ഇനി എന്തെങ്കിലും ഇടങ്കോലിടാതിരുന്നാൽ മതി, ഈ വിവാഹവും അവൾ മുടക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞതും
ഉടനെ കമലെടുത്തി പറഞ്ഞു, അതെ, നാളെ അവള് വന്നാൽ തന്നെ അവള് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അവള് ആതിരയുടെ വിവാഹം ഒരു കാരണവശാലും മുടക്കില്ല, അത് തീർച്ച എന്ന് പറഞ്ഞത്. മീര പറഞ്ഞു, ഇങ്ങനെയൊക്കെ എല്ലാവരും ഇവിടെ പറയും, പക്ഷേ അവള് വന്ന് രണ്ട് ഡയലോഗ് അടിച്ചു കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും തീരുമാനം മാറും. അതാണ് ഇത്രയും ദിവസം ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് മീര ഉടനെ കമലെടുത്തിയെ വിമർശിച്ചു. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ മീരെ, ഈ വിവാഹം എന്തായാലും നടക്കും. എൻ്റെ മോളാണ് അർച്ചനയെങ്കിൽ അവൾ ഇവിടെ വന്ന് ഈ വിവാഹം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഇവിടെ വന്ന് സംസാരിക്കുന്നതും വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അവൾ ഈ വിവാഹം മുടക്കാൻ ഒരിക്കലും തുനിഞ്ഞിറങ്ങില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നു. അങ്ങനെ അവൾ എൻ്റെ മകൾ എന്തെങ്കിലും തീരുമാനമെടുക്കുകയോ ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുകയോ ചെയ്താൽ ആ നിമിഷം അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അങ്ങനെ ഒരു മകൾ എനിക്കില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും എന്ന് കമലെടുത്തി പറയുന്നു. അത് കേട്ടതോടെ മീര വീണ്ടും കമലെടുത്തിയുടെ ആ തീരുമാനം കേട്ട് ആശ്വാസത്തോടെ നിന്നു. അനൂപും അതിനെ ശരിവെക്കുന്ന വിധത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നെല്ലിശ്ശേരിയിൽ എന്തെങ്കിലും ഒരു പോംവഴി ഇതിനുണ്ടോ എന്ന് അറിയാനായി അർച്ചന അവന്തികയുടെ പിന്നാലെ തന്നെ നടക്കുമ്പോഴാണ് അവന്തിക പുറത്തിറങ്ങി മാറി നിന്ന് സംസാരിക്കുന്നത് അർച്ചന കേൾക്കാനിടയായത്. അർച്ചന കേൾക്കാതെ അവന്തിക സംസാരിച്ചു, എടി നീ പറ, നീ ചേച്ചിയോടെങ്കിലും പറ, നീ എവിടെയാ? എന്തായാലും നീ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നാളെ 11 മണിയാകുമ്പോൾ കൃത്യം ഈ നാട്ടിലുണ്ടായിരിക്കണം നീ. അത് കേട്ടുകൊണ്ട് അർച്ചന അവിടേക്ക് എത്തുന്നു. അവന്തികയുടെ ഫോൺ സംഭാഷണം അർച്ചന കേട്ടതും അവന്തിക മനഃപൂർവ്വം അനഘയെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം സത്യമാണ് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. അർച്ചന ഉടനെ തന്നെ അവന്തികയുടെ സംസാരം കൃത്യമായി കാതോർത്തുന്നു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതേടി, ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെയൊന്നുമല്ല. ഇത്തവണ നിന്റെ ആഗ്രഹം ചേച്ചി തന്നെ സഫലമാക്കി തന്നിരിക്കും, അത് തീർച്ച. നാളെ 11 മണിയാകുമ്പോൾ നിന്റെ വിവാഹമാണ്, നീ ആഗ്രഹിച്ച സന്ദീപുമായിട്ടുള്ള നിന്റെ വിവാഹം. അത് നീ മനസ്സിലാക്കിക്കോണം. നാളെ കൃത്യസമയത്ത് ഇവിടെ എത്തിയിരിക്കണം. അപ്പോഴേക്കും അർച്ചനയെക്കുറിച്ച് അനഘ അന്വേഷിച്ചത് കേട്ട് അവന്തിക പറഞ്ഞു, അവളിവിടെയൊക്കെ തന്നെയുണ്ട്. അവൾ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് എന്തെങ്കിലും വഴി കാണുമെന്നൊക്കെ എനിക്കറിയാം. അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരു തീരുമാനം എടുക്കാതെ അവളാകെ പ്രശ്നത്തിലകപ്പെട്ട് നടക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ ആതിരയുടെയും അജയന്റെയും വിവാഹ നിശ്ചയം തീർച്ചയായിട്ടും നടത്തിയിരിക്കും. അതിനു വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നീ കൃത്യമായി തന്നെ ഇവിടെ എത്തിയിരിക്കണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ 11 മണിക്ക് കൃത്യം നീ ഇവിടെ വന്നിട്ടുണ്ടാവണം. എന്നാൽ നിന്റെ വിവാഹം ആ സന്ദീപുമായിട്ടുള്ള നിന്റെ ആ ഏറ്റവും വലിയ സ്വപ്നം അത് ഈ ചേച്ചി തന്നെ സഫലമാക്കി തന്നിരിക്കും എന്ന് അവന്തിക അനഘയോട് പറയുന്നത് അർച്ചന കേൾക്കുന്നു.